Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കാണാൻ പോണത് ഒരു സിൽക്ക് സാരിയാണ്. പ്യുവർ സിൽക്ക് സാരിയിൽ സിൽക്ക് ത്രെഡും കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരുടെയും കുറച്ച് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് സിൽക്ക് സാരിയിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് തയ്ക്കണ്ടേ എന്നവർ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരി ആദ്യം കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് തയ്ക്കണ്ടേ എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. നല്ല ഡാർക്ക് ബ്ലൂ സാരിയാണ്. നല്ല പ്യുവർ സിൽക്കാണ്. നല്ല സുഖമുള്ള ലൈറ്റ് വെയ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇങ്ങനെ രണ്ട് കോർണറിലും പകുതിയായിട്ടേ ഉള്ളൂ. ഹാഫ് സർക്കിൾ സെമി സർക്കിളായിട്ട് സെൻറ്ററിലും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 ലെയറായിട്ടാണ് പോയിരിക്കുന്നത്. 1 2 3 4 5 ലെയർ, സെൻറ്ററിൽ ഒരെണ്ണം. അപ്പോൾ ഈ 5 ലെയറും ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ വേറൊരു ഗോൾഡൻ കളർ സിൽക്ക് ത്രെഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്? അപ്പോൾ ഇതൊരു 1 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു മിററാണ്. അതിന് ചുറ്റും നമ്മൾ ഫ്രെയിം വെച്ചിട്ട് തയ്ച്ച് പിടിപ്പിക്കുകയല്ല, ഇങ്ങനെ മിറർ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഡയറക്റ്റ്ലി തയ്ക്കുകയാണ്. അല്ലാണ്ട് ഫ്രെയിം സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചിട്ട് ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല ഇത് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത്. പിന്നെ വന്നിട്ട് അങ്ങോട്ടേക്കുള്ള ഫുൾ സാരിയിലും വർക്കാണ്. വൺ സൈഡ് ഫുള്ളും വർക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാരിയുടെ പിന്നെ ഒരു മിറർ വെച്ച് മുന്താണിയുടെ ഈ ഒരു പോർഷനിൽ ഈ കോർണറിൽ ഇങ്ങനെ വർക്ക് വന്നിട്ട് ഒരു മിറർ, പിന്നെ ഇങ്ങനെ കേർവ്സ് ഒരു കേർവായിട്ടേ ഉള്ളൂ, ഒരു റാ പോലെ നടുക്കൊരു മിററും, അങ്ങനെയായിട്ടാണ് ഫുൾ അങ്ങോട്ടേക്ക് മുഴുവനും പോകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓൾട്ടർനേറ്റ് കളേഴ്സ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ഓറഞ്ച്, പിന്നെ റെഡ്, അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര കളേഴ്സ് പല്ലൂൽ മുന്താണിയിൽ കൊടുത്തിട്ടുണ്ട് അത്രയും കളേഴ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ 8 മിറേഴ്സാണ് വന്നിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു മിറർ. അപ്പം അതങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അത് കാലിൻ്റെ അവിടെ വളഞ്ഞു പോകുന്നു. താഴത്ത് പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുമ്പ് വരെ ഇതുപോലെ ഡിസൈൻ പോയേക്കുക. പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ അവിടെ വരുന്ന തൊട്ട് പിന്നെ ഓരോ മിററേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ റിങ് ഇല്ല. ഓരോ മിറർ ഡിഫറെൻറ്റ് കളേഴ്സ്. ഒരു 5 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അകത്താണ് ഈ ഓരോ മിറർ വന്നിരിക്കുന്നത്. അങ്ങനെ പ്ലീറ്റ്സിലൊക്കെ താഴത്തെ പ്ലീറ്റ്സിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ബാക്കി എല്ലായിടത്തും ആ റിങ് പോലെ തയ്ച്ചിട്ടുണ്ട്. ഇത് അറൗണ്ട് 200 ഒക്കെ മിറേഴ്സാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കണ്ടപ്പോൾ സാരിയുടെ ലെഫ്റ്റ് സൈഡ് ബോർഡറിൽ മാത്രമാണ് വർക്കുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പ്ലീറ്റ്സ് എടുത്ത് ഇടുമ്പം റൈറ്റ് സൈഡ് കോർണറിലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡ് ബോർഡറിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചെസ്റ്റ് പോർഷൻ്റെ ഭാഗത്ത് മാത്രം ആ റിങ്സ് ഒരു 2 എണ്ണം തയ്ക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ അതുപോലെ തയ്ച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഫുൾ സാരിയിലും സ്കാറ്റർ ചെയ്ത് ഓരോ മിറർ ഡിഫറെൻറ്റ് കളേഴ്സിൽ തയ്ച്ചാൽ കുറച്ച് ഭംഗിയുണ്ടാകും. കുറച്ചും കൂടെ ഭംഗി കൂട്ടാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ മുന്താണിയിൽ കുറച്ച് അധികം വർക്ക് ചെയ്തിരിക്കണം. ബാക്കിയെല്ലാം സിമ്പിളായിട്ടാണ് പോയിരിക്കുന്നത്. എന്നാലും ഫുൾ ഒരു സൈഡ് ബോർഡറിൽ ഫുള്ളും ഇങ്ങനെ മിറർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് 5 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ മിറർ വരുന്നത് കൊണ്ട് നമ്മുടെ സാരി ദൂരത്തുനിന്ന് നോക്കിയാൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും. ആ മിററിൻ്റെ ഷൈനിങ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 7 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല്ലൂൽ 6 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സ്കാറ്റർ ചെയ്തതിൽ ഒരു കളറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 കളേഴ്സാണ് ഈ ഫുൾ സാരിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സാരിയിൽ ഓൾറെഡി മിറർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. അപ്പോൾ മിറർ തയ്ക്കാൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും നമുക്കിതിൻ്റെ ഫ്രെയിം തയ്ച്ചെടുക്കാം. ഫ്രെയിം തയ്ച്ചിട്ട് വേണമെങ്കിൽ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി, ചുറ്റും ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ മിറർ വെച്ചിട്ട് ഇവിടെ തന്നെ തയ്ച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇന്ന് എടുക്കുന്നത് സിൽക്ക് ത്രെഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഈ സാരിയിൽ തന്നെ ഓൾമോസ്റ്റ് 7 കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരു റെഡ് സിൽക്ക് ത്രെഡ്, ഇതുപോലത്തെ റെഡ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ തയ്ക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ തയ്ക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ ഇത് മിററാന്ന് വെച്ചോ. മിററിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആദ്യം തയ്ക്കും. കുറച്ച് പുറത്തോട്ട് ഞാൻ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇങ്ങനെ
ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ തയ്ച്ചു. അതുപോലെ തന്നെ പിന്നെ ഈ സൈഡാണ്, ഇവിടെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ട്രയാങ്കിൾ തയ്ക്കുക. ഇങ്ങനെ തയ്ച്ചു, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം നമ്മളൊരു ഫ്രെയിം തയ്ക്കുന്നത്. അപ്പോൾ ഒരു വട്ടോടെ കാണിച്ചു തരാം, വലിയതായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മിറർ ഇങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് തയ്ക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതുപോലെ തയ്ച്ചു. ഇപ്പോൾ ഒരു ട്രയാങ്കിളാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വട്ടവും കൂടി തയ്ക്കുന്നത്. വേറൊരു സൈഡിൽ ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ 2 ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ട്രയാങ്കിൾസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ സാരിയിലുള്ള എല്ലാ മിറേഴ്സും വെച്ചിരിക്കുന്നത്, തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഫോൾ സ്റ്റിച്ച് ചെയ്ത ഒരു സാരിയാണ്. അപ്പോൾ ഓൾറെഡി ഫോൾ സ്റ്റിച്ച്ഡാണ്. അതിൻ്റെ മേലിൽ കൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ സിൽക്ക് ത്രെഡ് ഒരു നോർമൽ നീഡിലിൽ സിൽക്ക് ത്രെഡ് 9 വട്ടം 9 ഇതുപോലത്തെ ത്രെഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആങ്കറിൻ്റെ 6 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തെങ്കിൽ അത് മതി. ഇത് സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് കട്ടി കുറവായതുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 9 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രയാങ്കിളായിട്ട് ഫോം ചെയ്തെടുക്കാം. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ഒത്തിരി സൈഡിൽ പോയി എടുക്കരുത്, കുറച്ച് ഉള്ളിലോട്ടായിട്ട് എടുക്കണം. അല്ലെങ്കിൽ മിറർ ചിലപ്പം ഈ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഊരിപ്പോരത്തില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇനി ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ താത്തീൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് വേണം ട്രയാങ്കിൾ മേളിലോട്ട് പോകാനായിട്ടും ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾ തയ്ക്കാൻ പോണത്. ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു വിരലുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ താത്താൻ നേരത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണെങ്കിൽ കെട്ടുകൂടാണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ നൂലിൽ കയ്യിലിങ്ങനെ വലിച്ചു പിടിക്കുകയാണെങ്കിൽ കെട്ടുകൂടത്തില്ല. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഒരു ട്രയാങ്കിളായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ പൊക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് അപ്പുറത്തോട്ട് ട്രയാങ്കിൾ തയ്ക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ഇതിപ്പോൾ ഒരു ത്രെഡ് നമുക്ക് കാണാം, ഒരു ത്രെഡ് ലൂസായിട്ടിരിക്കുന്നത്. അത് ഏത് ത്രെഡാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആങ്കറിൻ്റെ ഇതൊക്കെ 6-7 6 സ്ട്രാൻഡ്സും ഒരുമിച്ചിരിക്കുന്ന കാരണം അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണമുണ്ട് നമുക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കും തയ്ക്കാൻ. അപ്പം നമ്മൾ ഈ 9 സ്ട്രാൻഡ്സും എടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം 2 അറ്റവും പിടിച്ച് നല്ലോണം വലിക്കുക. അപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കും, പിന്നെ വളഞ്ഞിരിക്കത്തില്ല. അപ്പോൾ അതങ്ങനെ ഒന്ന് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കെട്ടൊന്നും അധികം പെട്ടെന്ന് കൂടാണ്ടിരിക്കും. ഇനി ഇപ്പുറത്തോട്ട് നമ്മൾ ട്രയാങ്കിൾ തയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ മുഴുവനും തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിന് ചുറ്റും നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ ഒരു മിറർ തയ്ക്കാൻ അല്ലെങ്കിൽ 2 മിറർ തയ്ക്കാനുള്ള ത്രെഡ് എടുത്തേച്ചാൽ മതി. അതിൽ കൂടുതൽ നീളത്തിൽ ത്രെഡ് എടുക്കണ്ട, പെട്ടെന്ന് കെട്ടുകൂടുന്നതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ തയ്ച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. എവിടെയാണ് നമ്മൾ തയ്ച്ചു തീർത്തത് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ എടുക്കുന്നു. നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ഇനി ഇപ്പം നമ്മൾ ആദ്യം തയ്ച്ച ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ഇപ്പോൾ തയ്ച്ച ട്രയാങ്കിളിൻ്റെ സൈഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യണം. നല്ലോണം വലിക്കുക. ഈ കോർണറിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം എടുക്കാനായിട്ട്. ഈ കോർണറിൽ 2 ജോയിൻറ്റിൻ്റെയും ഇടയിൽ കൂടെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ത്രെഡ് താഴത്തേക്കൂടെ വെച്ചിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ തയ്ക്കുന്ന മാതിരി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നല്ലോണം വലിക്കുക, ജോയിൻ ചെയ്തിരുന്നോളും. അപ്പം അങ്ങനെ എല്ലാ
സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചുകൊണ്ട് പോയച്ചാൽ മതി, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ നൂല് ഒരെണ്ണം ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല, തികഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇവിടെ താത്തുകയാണ്. അപ്പോൾ കെട്ടിടാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഈ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ കുറച്ച് കെട്ടിടുമ്പോൾ പെട്ടെന്ന് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കെട്ടിടുക. ഈ ഒരു ത്രെഡിലോ തുണിയിലോ എവിടെയെങ്കിലും ഒന്ന് ഉടക്കി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ത്രെഡ് കെട്ടിടുക. ഇതിപ്പോൾ തീർന്ന എൻഡ് ആയതുകൊണ്ട് ഞാൻ കെട്ടിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ടിട്ട് രണ്ടും കൂടെ ത്രെഡ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു കെട്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അത് തീർന്നു പോയത് കൊണ്ടാണ്. നമുക്ക് നൂല് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 2 വട്ടം മറ്റേപ്പാട് ആദ്യം ചെയ്ത പോലെ 2 വട്ടം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റത്തുള്ള ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്തിട്ട് കുറച്ച് ഫാബ്രിക് ഗ്ലൂ തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉറപ്പായിട്ട് ഇരുന്നോളും, പെട്ടെന്ന് ഊരിപ്പോരില്ല. അതല്ല മറ്റേപ്പാട് നമ്മൾ കെട്ടിയിട്ടിട്ട് കട്ട് ചെയ്യുമ്പം എന്താ കുഴപ്പം പറ്റണമെന്ന് വെച്ചാൽ സിൽക്ക് ത്രെഡ് പെട്ടെന്ന് ഊരിപ്പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കോട്ടൺ ത്രെഡ് വെച്ച് നോക്കുമ്പം സിൽക്ക് ത്രെഡ് പെട്ടെന്ന് ഊരിപ്പോരും, അത് ഉറച്ചങ്ങി ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ 2 വട്ടം കെട്ടിട്ടു. ഞാനിവിടെ കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഈ ഒരു പോർഷനിൽ ഇത്തിരി ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഏറ്റവും അവസാനം മതി. എല്ലാ ഫുൾ സാരി അല്ലെങ്കിൽ ഫുൾ ചുരിദാർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഓരോ സിംഗിൾ മിററിന് അപ്പം ചെയ്ത് പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ഇവിടെ തൂത്തിട്ട് പിന്നെ നമ്മൾ അടുത്തത് തയ്ക്കാൻ പോകുമ്പം എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഫാബ്രിക് ഗ്ലൂ ഡ്രസ്സിൻ്റെ പലയിടത്തും മെറ്റീരിയലിൽ പലയിടത്തും പറ്റും. അപ്പോൾ അവിടെ പാട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അവിടെ ഒന്ന് ഏറ്റവും ലാസ്റ്റ് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ട് സാരി അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണെന്ന് ചുരിദാർ മെറ്റീരിയലോ സാരിയോ എന്താണെന്ന് വെച്ചാൽ അത് മറിച്ചിട്ടതിന് ശേഷം എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഫാബ്രിക് ഗ്ലൂ ചെയ്തിട്ട് ഫാൻ്റെ അടിയിലോ എല്ലാം ഒട്ടിച്ച് നിവർത്തിയിട്ട് അതങ്ങ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ എൻഡ് ചെയ്തത്, അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിൻ്റെ ഇടയിൽ താത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും നമ്മൾ 9 സ്ട്രാൻഡ്സ് എടുത്തിട്ട് ആ പോയിൻറ്റിൽ തന്നെ എവിടെയാണോ നമ്മൾ എൻഡ് ചെയ്ത് ആ പോയിൻറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ നേരെ ചെയ്തോടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇതിപ്പോൾ ഫോളിൻ്റെ അവിടെ ആ താഴത്തെ പോർഷനിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോളും ഉണ്ട് ഇല്ല. ഇതിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച്ഡ് സാരിയിലാണെങ്കിൽ ഇങ്ങനെ തയ്ച്ചെന്ന് വെച്ച് ഇങ്ങനെ ഫോള് തയ്ച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മേളിൽ കൂടെ തയ്ച്ചെന്ന് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻഡ് ചെയ്യുമ്പോൾ ഏത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലാണ് നമ്മൾ തുടങ്ങിയത്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എവിടെയാണോ അവിടെ തന്നെ ആ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ട് നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലോട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മിറർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മിറർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈ ഒരു മിററിൻ്റെ വലിപ്പം കുറച്ചും കൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കയറ്റി എടുത്ത് വെച്ചാൽ മതി. ആ ട്രയാങ്കിൾ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ മിററിൻ്റെ ഉള്ളിലോട്ട് കയറ്റി ബാറ് തയ്ച്ച് വെച്ചാൽ മതി. അപ്പം നമ്മുടെ വർക്ക് കൂടുതൽ, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൂടുതൽ, ഈ വട്ടം കുറവാണ്, മിറർ കാണുന്ന ഏരിയ കുറവായിട്ട് വരും. അടുപ്പിച്ച് പുറത്തോട്ട് കുറച്ചും കൂടെ ഇത് ചെയ്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ മിറർ കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, എന്തോരം ത്രെഡ് കാണണം, എന്തോരം മിറർ കാണണം എന്നുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ വെച്ച് തയ്ച്ചിട്ട് ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുന്ന, ഇത് ട്രയാങ്കിളിന് പകരം സ്ക്വയർ ആണെങ്കിൽ നമുക്ക് തയ്ക്കാം. അതല്ലെങ്കിൽ വേറെയും മെത്തേഡ്സ് ഉണ്ട്. സെയിം ഇതുപോലെ ട്രയാങ്കിൾ തയ്ക്കണം എന്നൊന്നുമില്ല, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ ആയാലും തയ്ക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.